നമസ്കാരം. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. തേടുന്നതാരെ ശൂന്യതയിലെന്നാണ് പ്രശസ്ത ഗായകൻ ബാബുരാജ് പാടിയത്. പിന്നീട് പ്രവാസ ലോകത്തിന്റെ പരസ്യവാചകം അതായി മാറി. തിരികെ എത്താത്തവരെയും മനഃപൂർവ്വം മാറി നിൽക്കുന്നവരെയും മറികടന്നുകൊണ്ട് കയ്യിലുള്ള ജീവിതം ഊർജ്ജസ്വലതയോടുകൂടി ജീവിച്ചു തീർക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് കഴിയണം. ഈ ഓർമ്മപ്പെടുത്തലോടുകൂടി പ്രവാസ ലോകത്തിന്റെ പുതിയൊരു അധ്യായം കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വാഹനാപകടത്തിൽ മരണപ്പെട്ട പ്രവാസി മലയാളികളുടെ മക്കൾക്ക് കിഴക്കൻ പ്രവിശ്യ KMCC പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ധനസഹായം. കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് സ്വദേശി റഫീഖിന്റെ നിർധനരായ മക്കൾക്കാണ് പാലക്കാട് KMCC ധനസഹായം നൽകിയത്. ജില്ലാ കമ്മിറ്റി സമാഹരിച്ച 3 ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബത്തിനു വേണ്ടി കൊല്ലം ജില്ലാ KMCC സാരഥി നവാബ് ഏറ്റുവാങ്ങി. KMCC നേതാക്കളായ TM ഹംസ, ഖാലിദ് തെങ്കര, ബഷീർ ഖാഗവി, ജാബിർ മണ്ണാർക്കാട്, ഷബീർ തേഞ്ഞിപ്പാലം എന്നിവർ സംബന്ധിച്ചു. 2013 ഡിസംബറിൽ സൗദിയിലെ അൽഖഫ്ജിയിലേക്ക് ഒരു കോഫി ഷോപ്പിന്റെ ജീവനക്കാരായി പോയ നൌഫലിന്റെയും അഫ്സലിന്റെയും കുടുംബങ്ങളാണിത്. കഴിഞ്ഞ 1.5 വർഷമായി ഇവർക്കിരുവർക്കും ശമ്പളം ലഭിച്ചിട്ടില്ല. ജോലിക്ക് തന്നെ നിലനിൽപ്പില്ലാതെ ആകെ ആശങ്കയിലാണ് നൌഫലും അഫ്സലും. ബുഷ്രയും സഫീനയും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത് അഫ്സലിന്റെയും നൌഫലിന്റെയും തിരിച്ചുവരവും പ്രതീക്ഷിച്ചാണ്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളും തങ്ങളുടെ ഉപ്പമാരെ കാത്തിരിക്കുകയാണ്. ഈ കഫ്റ്റീരിയ എന്ന് പറയുന്നത് എവിടെ? സൗദിയിലെ റിയാദിലാണ്. 350 കിലോമീറ്റർ ദൂരെയാണ് കഫ്ജിയിലോട്ട് പോണം. എവിടെ സ്ഥലത്തിന്റെ പേര്? അൽ കഫ്ജി. നിങ്ങൾ ആരാ കൊണ്ടുപോയത്? പൊൻകുന്നംകാരി നിസാർ എന്ന് പറഞ്ഞൊരു ടീമാണ്. നിസാറിന്റെ ഇറഫിൽ വേറെ ആളുണ്ട്, സുബൈർ എന്നും പറഞ്ഞു. ഇവരണ്ടും കൂടെ കൊണ്ടുപോയത്. സുബൈർ സൗദിയിലുണ്ട്. ഇപ്പൊ ഈ ഞങ്ങളെ വിട്ട ആളും ഇപ്പൊ ഈ 2 മാസമായി ആളും പോയി. ആളുടെ ഭാര്യ ഇവിടെ ഉണ്ട്, പൊൻകുന്നത്തുണ്ട്. അവരെന്താ പറയുന്നത്? അവരെ ഞങ്ങൾ ഈയിടെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ശമ്പളം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അന്നേരം പറഞ്ഞു സുബൈറിനെ നിങ്ങൾക്ക് വിളിക്കും, ഞങ്ങൾക്ക് ഇത് വിസ തന്ന സുബൈറാണെന്ന് പറഞ്ഞു. അപ്പൊ സുബൈറിനെ വിളിക്കുന്നിട്ട് സുബൈറിനെ വിളിച്ചിട്ട് സുബൈർ ഫോൺ എടുക്കുന്നില്ല. പണി കഴിഞ്ഞത് സുബൈറിന് കിട്ടാനുള്ള കിട്ടി. 2 ലക്ഷം രൂപ കൊടുത്തു രണ്ടുപേർക്കും. എത്ര? 2 ലക്ഷം. 2 ലക്ഷം രൂപ കൊടുത്തു. 1 രൂപയും ശമ്പളം ആയിട്ട് വന്നില്ല. 7 മാസം വന്നു. എത്ര പൈസ വന്നു? 10 രൂപ, 15, 20 രൂപ. കുവൈത്തിലെ വീട്ടുജോലി തട്ടിപ്പിന്റെ മറ്റൊരിരയാണ് കണ്ണൂർ പരിയാരം സ്വദേശി ആഗ്നസ്. 4 മാസങ്ങൾക്ക് മുൻപാണ് ആഗ്നസ് കുവൈത്തിലേക്ക് വീട്ടുജോലിക്കായി പോകുന്നത്. അഷ്ടിക്ക് വകതേടി ചെന്ന ആഗ്നസിനെ കാത്തിരുന്നത് അതിഭീകരമായ അനുഭവങ്ങളായിരുന്നു. സ്വന്തം മക്കളെയും കുടുംബത്തെയും പിരിഞ്ഞ വേദനയ്ക്കൊപ്പം കാത്തിരുന്ന ദുരന്തങ്ങളും കൂടി ചേർന്നപ്പോൾ ആഗ്നസിനെ ആകെ തളർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആഗ്നസിന്റെ തിരിച്ചുവരവാണ് ഈ അമ്മയുടെയും മക്കളുടെയും ലക്ഷ്യം. നമുക്കിവരോട് തന്നെ ആഗ്നസിനെ കുറിച്ച് ചോദിക്കാം. ആരാ കൊണ്ടുപോയത്? ഏജന്റ് തളിപ്പറമ്പില്ല. അയാളുടെ പേരെന്താ? നസീമ. സ്ത്രീയാണ്. അതെ. എത്ര പൈസ കൊടുത്തു? 10,000 രൂപ വാങ്ങി. 10,000 രൂപ വാങ്ങി. ഇപ്പൊ എന്താ നസീമ പറയുന്നത്? 1.5 ലക്ഷം രൂപ തന്നാ തിരിച്ചു കൊണ്ടുവരാം. അതെന്തിനാത്ര? അതറിയില്ല. നസീമ എവിടെയുള്ളത്? തളിപ്പറമ്പുണ്ട്. ഇപ്പോഴും ഉണ്ടോ? നസീമക്ക് എന്താ പണി? അവളിങ്ങനെ ഏജന്റ് ആയിട്ട് തന്നെ കൊണ്ടു നടക്കുന്നു. ആളുകളെ പിന്നെ എങ്ങനെ പിടിക്കുക, കൊണ്ടുപോവുക, എന്നിട്ട് കാശ് അവള് കൊണ്ടുപോയ എല്ലാവരും ഇതേ അവസ്ഥ. അവരേക്ക് ആർക്കും ഫോൺ വിളിക്കാനും പറ്റുന്നില്ല. ആഗ്നസിന്റെ എന്താ പ്രശ്നം? ആഗ്നസിന്ന് വെച്ചാൽ ഓരോരോ ഏരിയയിൽ ഇങ്ങനെ മാറി 24 മണിക്കൂറും പണി. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം മിസ് കോൾ വിടുമ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ ഏത് നേരവും കരച്ചിൽ, ഇങ്ങനെ ദ്രോഹിക്കുന്ന വല്ലാത്ത അവസ്ഥയാണ്. കെട്ടിയ ഈ പിള്ളേരെ കൂടി ഇങ്ങനെ പോവുക. ഒരു മാനസിക രോഗീൻ്റെ കൂടെയാണ്. അവർ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകും. ഇപ്പം 24 മണിക്കൂറും പണി, വല്ലാണ്ട് ഉപദ്രവം. പിന്നെ കൈ അടിച്ചോടിച്ചു, ഇങ്ങനെ തലക്കടി കിട്ടി, അങ്ങനെ വല്ലാത്ത അവസ്ഥ. ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞു ഭയങ്കര നെഞ്ഞുവേദന എടുക്കുന്ന, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഫോണെല്ലാം സ്വിച്ച് ഓഫ്. നമ്മൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ ഉണരേണ്ട സമയമാണ് ഇതെന്ന് ഞാൻ പറയുന്നു. ഈ സ്ത്രീയുടെ മൊഴി സ്വീകരിച്ചുകൊണ്ട് കോടതി ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
ബഹുമാനായ രമേശ് ചെന്നിത്തല ഈ സ്റ്റോറി കേൾക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ നിന്ന് കൊണ്ടുപോയി പല രീതിയിലും പീഡിപ്പിച്ച് കുവൈത്തിലെത്തി അവിടെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു സഹോദരിയുടെ കഥയാണ് ഞങ്ങൾ ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. ആര് കേട്ടാലും സങ്കടപ്പെട്ടു പോകുന്ന, ഇത് ഏത് ലോകത്താണ് നടക്കുന്നതെന്ന് നിശ്ചയമില്ലാത്ത രീതിയിലുള്ള ഒരു കഥയാണ് ഈ സഹോദരി പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏജന്റുമാരുടെ പേരടക്കം ഈ സഹോദരി പറഞ്ഞിട്ടുണ്ട്. നസീമ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇതിന് ആദ്യമായി തുടക്കമിട്ടത് എന്ന് പറയുന്നു. അതിൻ്റെ പിന്നാലെ കോഴിക്കോട് ഒരു ട്രാവൽ ഏജൻസി ഉണ്ട് എന്ന് പറയുന്നു. ഇവരൊക്കെ ഇത്തരത്തിലുള്ള പണികൾക്കാണോ മുതിരേണ്ടത് എന്ന് അവർ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.